എല്ലാവർക്കും നമസ്കാരം. ആക്സ് ആൻസർ കീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അവസാനത്തെ പാർട്ടാണ്. ഇത് 22 മുതൽ ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 27, 6ാം പദം 27, പിന്നെ അതിൽ തന്നുള്ളത് 16ാം പദം 67. പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്താ പഠിച്ചത്? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അല്ലെ. 67 - 27 ബൈ 16 - 6. 67 27 പോയാൽ 40. 40 ബൈ 10 സമം 4. അപ്പൊ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടും. ഇനി ആദ്യ പദം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യ പദം കാണാൻ 6ാം പദത്തിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 5 പൊതുവ്യത്യാസം കുറയ്ക്കാം. 27 - 20 7. ആദ്യ പദം 7. ഇനി ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് xn സമം dn പ്ലസ് f മൈനസ് d. dn n എത്രയാ? n അറിയില്ല. d പൊതുവ്യത്യാസം 4. അപ്പൊ 4n പ്ലസ് f 7 - 4, ദാറ്റ് ഈസ് 4n പ്ലസ് 3 എന്ന് കിട്ടും. ബീജഗണിത രൂപം 4n പ്ലസ് 3. ഇനി 31 പദങ്ങളുടെ തുക കാണണം. അപ്പൊ ആദ്യം 31ാമത്തെ പദം കണ്ടുപിടിക്കാൻ ആദ്യ പദം പ്ലസ് 30d. ആദ്യ പദം 7 പ്ലസ് 30 ഇൻറ്റു 4, 7 പ്ലസ് 120 127. അപ്പോൾ 31ാം പദം 31 പദങ്ങളുടെ തുക കാണാൻ 31/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് 31ാമത്തെ പദം 31/2 ഇൻറ്റു 27 7 127 134. അതായത് 31 ഗുണിക്കണം 62 ചെയ്താൽ മതി, ഉത്തരം കിട്ടും അല്ലേ. 31 62 2 6 2 12 13 62 67 അല്ലേ വരിക. 67 ഗുണിക്കാം. ഗുണിച്ചു നോക്കുക. അപ്പം എത്ര കിട്ടും? 31 67 ഗുണിച്ചു നോക്കുക. 1 7 7 7 3 21 1 6 6 6 3 18 7 2077 അത് കിട്ടും. 2077. അതാണ് ആദ്യത്തെ 31 പദങ്ങളുടെ തുക. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിൽ പൊതുവ്യത്യാസം 4, ആദ്യ പദം 7, ബീജഗണിത രൂപം 4n പ്ലസ് 3, 31 പദങ്ങളുടെ തുക 2077. ഇനി 23ാമത്തെ ചോദ്യം എന്താണ്? ഓക്കെ, ആ ചിത്രത്തില് ഇങ്ങനെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരണ്ട്. ഈ വര, ഈ കോൺ 60 ആണ്. ഇതിങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇത് 2 ആണ്. ഇത് 60 ആണെങ്കിൽ ഇത് 90, ഇത് 30. 30 60 90 അംശബന്ധം നമുക്കറിയാം. 30ന്റെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഹൈപ്പോട്ടനസ്, കാരണം 4 ആയിരിക്കും. ഇത് 2√3 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇവിടെ 60 വരും. അപ്പോൾ ഇവിടെ 30, ഇവിടെ 90. ഇത് 4, റേഡിയസ് 4 ആണെങ്കിൽ ഇത് 4 ആണ്. അപ്പോൾ 30ന്റെ ഓപ്പോസിറ്റ് 2, 60ന്റെ ഓപ്പോസിറ്റ് 30ന്റെ ഓപ്പോസിറ്റ് 2, 60ന്റെ ഓപ്പോസിറ്റ് 2√3 എന്ന് കിട്ടും അല്ലേ. ഇനി എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത്? നമുക്ക് എയുടെ സൂചക സംഖ്യ എവിടെയായിരുന്നു? എ. ഇതാണ് മുകളിൽ എ. എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ 2,2√3. ഇത് 2, ഇത് 2√3. അപ്പോൾ 2,2√3 എ. ബിയുടെ ആൻസർ എന്താ? ബി. വൃത്തത്തിന്റെ ആരം എത്രയാ? 4. സി എന്താ? വൃത്തത്തിന്റെ സമവാക്യം വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. സമവാക്യം എന്താ വരിക? ഒരു പോയിന്റ് XY എന്ന് എടുക്കാം. ആരം റേഡിയസ് 4 എന്ന് എടുക്കാം. ഈ പോയിന്റ് എന്താണ്? ഒറിജിൻ ആയതുകൊണ്ട് 0 0. അപ്പൊ സമവാക്യം എഴുതുമ്പോൾ x² + y² = 4² 4² എത്രയാണ്? 16. അതാണ് വൃത്തത്തിന്റെ സമവാക്യം അല്ലെ. x² + y² = 16. ഇനി ഡി എന്താണ്? ഡി സി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. സി എവിടെയാണ്? ഇതെവിടെയാണ് സി. ഇതിന്റെ സൂചക സംഖ്യ കാണാൻ ഇതെവിടെയാണ് മുട്ടിക്കുന്നു നോക്കുക. ഇങ്ങോട്ടായതുകൊണ്ട് -2 ആണ്. ഇതായതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരിക? -2√3. അപ്പോൾ -2, -2√3. അപ്പോൾ എ 2, 2√3, ബി 4, സി സമവാക്യം x² + y² = 16, ഡി -2, -2√3. രണ്ടും മൈനസ് ആണ് കേട്ടോ. 24ാമത്തെ ചോദ്യം. 24ാമത്തെ ചോദ്യം എന്താണ്? ലോഹം കൊണ്ടുണ്ടാക്കിയ കട്ടിയായ ഒരു വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരം. പാദത്തിന്റെ ആരം തന്നിട്ടുണ്ട് 12, ഉയരം 18. ഇതിനെ ഉരുക്കിയിട്ട്
ആരം 3 ആയ ഒരു ഗോളാക്കണം. എത്ര എണ്ണം ഉണ്ടാക്കാം? ആദ്യം വൃത്തസ്തൂപിയുടെ വ്യാപ്തം 1/3 പൈ ആർ സ്ക്വയർ 12 സ്ക്വയർ h 18 3 പൈൻ്റെ 6 തവണ 144 × 6 4 24 ബാക്കി 2 6 4 26 ബാക്കി 2 6 6 824 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഗോളം അല്ലേ? 3 ആരമുള്ള ഗോളത്തിന്റെ വ്യാപ്തം 4/3 പൈ ആർ ക്യൂബ് 3 ക്യൂബാണ്. 4/3 പൈ × 3 × 3 × 3 ഒരു 3 വെട്ടി 3 3 9 4 36 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇനി എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്താൽ മതി? 864 പൈ ബൈ 36 പൈ. പയ്യും വെട്ട ഇത് ഹരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര കിട്ടും? എത്ര തവണ പോകും നോക്കൂ. എത്ര തവണ പോകും? 24 അല്ലേ? 24 എന്ന് കിട്ടും. നോക്കുക, 24 36 ഗുണിച്ചാൽ 6 4 24 ബാക്കി 2 4 14 6 12 2 4 7 കറക്റ്റ് 864. അപ്പൊ എത്ര ഗോളങ്ങൾ കിട്ടും എന്നാണ് ചോദ്യം. 24 ഗോളങ്ങൾ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 25. സ്ഥിരമായി ക്ലാസ്സിൽ ചെയ്ത് നിങ്ങൾക്ക് ശീലമായത് അല്ലേ? 400-ൽ താഴെ, 500-ൽ താഴെ, 600-ൽ താഴെ, അല്ലെങ്കിൽ ബിലോ 600, ബിലോ 700 അങ്ങനെ എഴുതി ഈ സൈഡിൽ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടി എഴുതാം. 11 11 8 19 19 10 29 29 13 9 3 12 2 3 42 42 7 49. അങ്ങനെ 49 വരുമ്പോൾ 49 + 1/2 50/2 25 വരുന്നത് ഈ ഇതിന്റെ ഉള്ളിലാണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? 600 - 500/29 - 19 100/10 10 എന്ന് കിട്ടി. 19 ആണെങ്കിൽ 20-ാം പദം എഴുതാം. 20-ാം പദം എത്ര വരും? 500 പ്ലസ് കോമൺ ഡിഫറൻസിന്റെ പകുതി 505. ഇനി 25-ാം പദമാണ് മധ്യമല്ലേ കാണാൻ പറയുന്നത്? അതെ. അപ്പൊ 25-ാം പദം കാണാൻ 505ന്റെ കൂടെ 20 25 5 പൊതു വ്യത്യാസം. 5 × 10 50 കൂട്ടാം. അപ്പൊ മൊത്തം 555 എന്ന് കിട്ടും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികൾക്കും ശരിയാക്കാൻ പറ്റുന്ന ചോദ്യമാണ്. 26-ാമത്തെ ചിത്രം. 2 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ചു. ഈ വൃത്തത്തിന്റെ ഉള്ളിൽ കോണുകൾ 55ഉം 75ഉം. ഇത് രണ്ടും 180 ആണെങ്കിൽ എത്ര വേണം നോക്കുക. 125 വരും, 105 വരും അല്ലെ? 5 5 10 ഓക്കെ. 125 ഡിഗ്രി 105 ഡിഗ്രി. അപ്പൊ ഈ വൃത്തത്തിന്റെ ഒരു റേഡിയസ്, ഒരു ആരം വരയ്ക്കണു. ആദ്യം ഒരു 125 ഡിഗ്രി വരയ്ക്കണു, പിന്നെ ഒരു 105. ഇതൊക്കെ പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കണം കേട്ടോ. ഇനി ഈ ഓരോ പോയിന്റിലൂടെ എന്ത് ചെയ്യണം? 90 ഡിഗ്രി എടുക്കണം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. കറക്റ്റ് 90 ഡിഗ്രി എടുത്തിട്ട് തന്നെ വരയ്ക്കണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന്റെ ആൻസർ ആയി. ഓക്കെ. അപ്പൊ ഇത് 125 ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 55. ഇത് 105 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? അതിന്റെ പകുതി, പകുതി അല്ല, 105 ആണെങ്കിൽ 75 എന്ന് കിട്ടും. 75 55 5 5 10 7 5 12 130 ആയി. ബാക്കി ഇത് എത്ര ഉണ്ടാവും? 50 ഡിഗ്രി അല്ലേ? മൊത്തം 180. ഓക്കെ. അപ്പൊ ഇത് ചിത്രം നിങ്ങൾ ക്ലാസ്സിൽ വരച്ച് ശീലിച്ചു തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി വരച്ചിട്ടുണ്ടാവും. 27-ാമത്തെ ചോദ്യം. വൃത്തം തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഞാൻ തന്നിട്ടുണ്ട്. ഒരു വര ഇങ്ങനെ കൂട്ടിമുട്ടി, ഒരു വര ഇങ്ങനെ കൂട്ടിമുട്ടി അല്ലേ? ഇത് എ, ഇവിടെ ഡി, ഇവിടെ എൻ, കൂട്ടിമുട്ടിയ പോയിന്റ് പി, എം എൻ, ഇതേതാ? സി ഡി. PA 12, PA 12. പിന്നെ ആകെ AB എത്രയാ? 15. അപ്പൊ ഇത് 12. AB 15-ൽ ഇത് 12 പോയ ബാക്കി ഇത് എത്രയാ? 3. 12 3 15. PD 8 വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണല്ലോ. PA × PB = PC × PD. PA 12, PB 3, PC അറിയില്ല. PD 8. 12 3 36/8 ആണ് PC വരിക. അതായത് 18/9 എന്ന് വരും. നമുക്കൊന്ന് ചെറുതാക്കിയാൽ അല്ല 36 18/4 അല്ലെ? 18/4 എന്ന് വരും. രണ്ടായിട്ട് ഹരിക്കുകയാണ്. 4 കൊണ്ട് ഹരിക്കുക. നമുക്ക് 4 ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 4 9 4 36 4 2 8 അല്ലേ? അപ്പോൾ 2 4 9
4.5. പി സി സമം 4.5. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പി സി എന്താണെന്നാണ്. പി സി സമം 4.5. സി ഡിയുടെ നീളം, സി ഡി ഏതാണ്? സി ഡി ഇതാണ്. അപ്പോൾ സി ഡി എന്ത് കിട്ടും? പി സിയും പി ഡിയും കൂട്ടിയാൽ മതി. 8ഉം 4.5 കൂട്ടിയാൽ 12.5. ഇനി പി എമ്മും പി എന്നും ഈക്വൽ ആണെങ്കിൽ നേരത്തെ എഴുതി അതേപോലെ തന്നെ എഴുതാം. പി എ ഇൻറ്റു പി ബി സമം പി എം ഇൻറ്റു പി എൻ. ഇത് രണ്ടും ഈക്വൽ ആണ്. പി എ എത്രയാ? 12. പി ബി എത്രയാ? 3. പി എം ഇൻറ്റു പി എൻ 8 ഇൻറ്റു പി എം ഇൻറ്റു പി എൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് പി എം സ്ക്വയർ എന്ന് എഴുതാം. 36 സമം പി എം സ്ക്വയർ ആണെങ്കിൽ ദെർഫോർ പി എം സമം 36ന്റെ റൂട്ട് എടുക്കുക 6. അതായത് പി എം 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എം എന്നിന്റെ നീളം. എം എൻ എത്ര വരും? എം എൻ സമം 6 + 6 12 സെന്റിമീറ്റർ എന്ന് വരും. 28ാമത്തെ ചോദ്യം. ഒരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു കുട്ടി മുകളിലെ 35 ഡിഗ്രി കോണിൽ കാണുന്നു. അപ്പോൾ ഇതൊരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും അകലെ നിൽക്കുന്ന ഒരു കുട്ടി കെട്ടിടത്തിന്റെ മുകളറ്റം എത്ര ഡിഗ്രിയിൽ കാണുന്നു? 35 ഡിഗ്രിയിൽ കാണുന്നു. 25 മീറ്റർ മുന്നോട്ട് നീങ്ങിയിട്ട് ഈ കുട്ടി 25 മീറ്റർ മുന്നോട്ട് നീങ്ങിയിട്ട് നോക്കിയപ്പോൾ 70 ഡിഗ്രിയിലാണ് കാണുന്നത്. 70 ഡിഗ്രിയിലാണ് ആര് കാണുന്നത്? ഈ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുന്നത്. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉയരം ഇങ്ങനെ വരയ്ക്കാം. 1.6 മീറ്റർ ആണ് കുട്ടിയുടെ ഉയരം അല്ലെ. തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. ഈ ചിത്രം വരച്ച 1 മാർക്ക് കിട്ടും കേട്ടോ. 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലം, കുട്ടിയും കെട്ടിടവും തമ്മിൽ ഈ അകലാണ് കാണുന്നത്. അത് നമുക്കറിയില്ല. എക്സ് നിൽക്കാം, പിന്നെ കെട്ടിടത്തിന്റെ ഒരു എച്ച് നിൽക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കോണ് 70 ആണെങ്കിൽ ഈ ബാക്കിയുള്ളത് എത്രയാ? 110. 110 70 180. അപ്പൊ രേഖീയ ജോഡി അല്ലെ, ലീനിയർ പെയർ. ബാക്കി ഈ ഒരു ത്രികോണത്തില് ഇവിടെ 35 ഉണ്ട്, ഇവിടെ 110 ഉണ്ട്. അപ്പൊ ഈ കോണും കൂടി കണ്ടുപിടിക്കാം. 35 35 35 70 70 110 180. ക്ലിയർ ആയല്ലോ. അപ്പോ ഈ കോണും തുല്യമായതുകൊണ്ട് ഈ വശം തുല്യമായിരിക്കും. കാരണം സമപാർശ്വ ത്രികോണം. അപ്പൊ ഇത് 25 ആണെങ്കിൽ ഇതും എത്രയായി? 25. ചുരുക്കി പറഞ്ഞാൽ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിള്, കർണം 25, ഈ കോണള് 70, ഇത് ഉയരം, ഇത് എക്സ്. ഇത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പൊ 70 വെച്ചിട്ട് നമുക്ക് എതിർവശം, ഇത് സമീപവശം, ഇത് കർണം. എതിർവശം ബൈ കർണം എന്താണ്? സൈൻ 70. എതിർവശം ബൈ കർണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈൻ 70ന്റെ വില 0.94 സമം എതിർവശം എന്ന് പറഞ്ഞാൽ അറിയില്ല, എച്ച്. കർണം 25. അപ്പൊ എച്ച് സമം എന്ത് വരും? 0.94 × 25. 0.94 25 ഗുണിച്ചു നോക്കും. 5 4 20 0 ബാക്കി 2 9 5 45 2 47 4 2 8 9 2 18 0 8 15 8 4 12 13 1 2 23.5 എന്ന് കിട്ടും. 2 സ്ഥാനം നീക്കി കുത്തിടുമ്പോ. അപ്പൊ എച്ച് സമം 23.5 മീറ്റർ. ഇതിന്റെ കൂടെ ഉയരം കാണണമെങ്കിൽ, കെട്ടിടത്തിന്റെ ഉയരം കാണണമെങ്കിൽ 23.5ന്റെ കൂടെ ഈ ആളുടെ ഉയരമായ 1.6 കൂടി കൂട്ടണം. അപ്പൊ 6 5 11 ബാക്കി 1 3 4 5 25.1 മീറ്റർ ആണ് ഈ കെട്ടിടത്തിന്റെ ഉയരം. ഇനി അകലം കാണണമെങ്കിൽ, ഈ അകലം എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സമീപവശം ബൈ കർണം എടുക്കുക. ദാറ്റ് ഈസ് കോസ് 70 ആണ്. സമീപവശം നമ്മൾ എക്സ് എടുത്തിട്ടുണ്ട് ബൈ കർണം 25. കോസ് 70ന്റെ വില 0.34 സമം എക്സ് ബൈ 25. 25 ഇങ്ങോട്ട് ഗുണിക്കൂ. 0.34 × 25 ആണ് എക്സ്. ഗുണിച്ചു നോക്ക്. 34 25 5 4 20 ബാക്കി 2 5 15 2 17 4 8 3 2 6 15 6 7 8. 2 സ്ഥാനം നീക്കിയിട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ എക്സ് 8.50 എന്ന് കിട്ടും. അപ്പൊ ഇതില് ആദ്യത്തെ ചോദ്യം ഏകദേശ ചിത്രം വരയ്ക്കാനാണ്. രണ്ടാമത്തെ നമുക്ക് കിട്ടുന്നത് കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 8.50 ആണ്. കെട്ടിടത്തിന്റെ ഉയരം 25.1 മീറ്റർ അല്ലെ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ 29 എന്താണ്? വളരെ എളുപ്പമാണ്. 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. എ എന്താണ്? സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ്. സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് രണ്ടും വിൽക്രമാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് അതിന്റെ വിൽക്രമാണ്, മറ്റത് രണ്ടും കൂടി ഗുണിച്ചാൽ എന്താ കിട്ടുക? 1 എന്നാണ് ആൻസർ കിട്ടുക. രണ്ടാമത്തത് കൊസീക് 60. കൊസീക് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/sin 60 ആണ്. സൈൻ 60 √3/2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1/√3/2 എന്ത് കിട്ടും?
2/√3 അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. സി കോട്ട് 45. കോട്ട് 45 എന്ന് പറഞ്ഞാൽ 1/tan45 ആണ്. tan 45ന്റെ വില 1 ആണ്. 1/1 1. ഡി സീക്ക് 60 മൈനസ് കൊസീക്ക് 30. സീക്ക് 60 എന്ന് പറഞ്ഞാൽ 1/cos 60 മൈനസ് കൊസീക്ക് 30 എന്നാണ് 1/sin 30. 1/cos 60 എന്ന് പറയുമ്പോൾ 1/2 വരും. sin 30 എന്ന് പറഞ്ഞാൽ 1/1/2. ചുരുക്കി പറഞ്ഞാൽ 2/1 മൈനസ് 2/1. അതിന്റെ ആൻസർ 0 ആണ്. അതായത് 29ാമത്തേല് ഒന്നാമത്തെ ആൻസർ 1, രണ്ടാമത്തെ ആൻസർ 2/√3, മൂന്നാമത്തെ ആൻസർ 1, നാലാമത്തെ ആൻസർ 0. ഇത്രയാണ് ഈ വർഷത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ്. മാത്സ് വളരെ ഈസി ആയിരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക്